RSS എക്കാലത്തും പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ മതക്കാർക്കും, എല്ലാ ഭാഷക്കാർക്കും, എല്ലാ സംസ്കാരമുള്ളവർക്കും ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ്. എന്നാൽ ഈ രാഷ്ട്രത്തിന്റെ അടിത്തറ ഇന്ത്യൻ സംസ്കാരം, ഹിന്ദു സംസ്കാരമാവണം. മഹത്തായ ഭാരതീയ പാരമ്പര്യം, പൈതൃകം എന്ന് പറയുന്നത് ഹിന്ദു പാരമ്പര്യമാണ്. ആ ഹിന്ദു സംസ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, ഭാരതീയ പാരമ്പര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് കപട മതേതരം നടത്തുന്നതിനോട് വിയോജിപ്പാണ്. അതുകൊണ്ട് RSSന്റെ ആഗ്രഹവും ശ്രമവും ഇന്ത്യയിൽ ഭാരതീയ പൈതൃക പാരമ്പര്യം നിലനിർത്തുക, അത് നഷ്ടപ്പെട്ടെടുത്ത് വീണ്ടെടുത്ത് നടപ്പിലാക്കുക എന്നതാണ്. ഇതിന്റെ ഒരു സൂചനയായി വേണം വന്ദേ മാതരത്തെ ദേശീയ ഗാനത്തിനൊപ്പം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിനെ വ്യാഖ്യാനിക്കാൻ. ഈ നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മലയാളികൾക്ക് പിടികിട്ടിയെന്ന് വരില്ല. നാഷണൽ ആന്തത്തെയാണ് നമ്മൾ ദേശീയ ഗാനം എന്ന് വിളിക്കുന്നത്, നാഷണൽ സോങ്ങിനെ ദേശീയ ഗീതം എന്നാണ് വിളിക്കുന്നത്. വന്ദേ മാതരം ദേശീയ ഗീതവും ജനഗണമന ദേശീയ ഗാനവുമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ദേശീയ ഗാനത്തിന് കൃത്യമായ നിയമചട്ടക്കൂടുണ്ട്. അത് എപ്പോഴൊക്കെ ചെല്ലണം, എപ്പോഴൊക്കെ ചെല്ലരുത്, ചെല്ലുമ്പോൾ ആളുകൾ എന്ത് ചെയ്യണം, ചെല്ലുന്ന സമയത്ത് ഇരിക്കരുത്, അവഹേളിക്കരുത്, അപമാനിക്കരുത്, തടസ്സപ്പെടുത്തരുത് തുടങ്ങിയ കുറെ നിയമ സംഹിത നാഷണൽ ആന്തം അല്ലെങ്കിൽ ദേശീയ ഗാനത്തിനുണ്ട്. ദേശീയ ഗീതം അല്ലെങ്കിൽ നാഷണൽ സോങ്ങിന് അത്തരം നിയമ പരിരക്ഷയില്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. എന്നാൽ പുതിയ ഉത്തരവനുസരിച്ച് ദേശീയ ഗാനത്തിന്റെ അതേ പരിരക്ഷ വന്ദേ മാതരത്തിനും കൽപ്പിച്ചിരിക്കുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 28-ന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ 10 പേജുള്ള ഉത്തരവിൽ ദേശീയ ഗാനത്തിന് ബാധകമായ ഏതാണ്ട് എല്ലാ നിബന്ധനകളും ദേശീയ ഗീതത്തിനും, അതായത് വന്ദേ മാതരത്തിനും ബാധകമാക്കിയിട്ടുണ്ട്. എവിടെയൊക്കെ ചെല്ലണം, എവിടെയൊക്കെ ചെല്ലരുത്, എങ്ങനെയൊക്കെ ചെല്ലണം എന്ന് കൃത്യമായി നിർദ്ദേശിച്ചിരിക്കുന്നു. മാത്രമല്ല, രാഷ്ട്രപതിയും ഗവർണറും അടക്കമുള്ള ഭരണഘടനാ പദവി വഹിക്കുന്നവർ പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ ഇത് നിർബന്ധമാക്കി. ജനഗണമനയ്ക്ക് മുമ്പാണ് വന്ദേ മാതരം ചൊല്ലേണ്ടത് എന്ന് മാത്രമല്ല, തിയേറ്ററുകളിലും സ്കൂളുകളിലുമൊക്കെ വന്ദേ മാതരം നിർബന്ധമാക്കിയിട്ടുണ്ട്. വന്ദേ മാതരത്തോടെ തുടങ്ങുന്നതാണ് ഉചിതമെന്നാണ് പറയുന്നത്. വന്ദേ മാതരം ചെല്ലുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കണം, തടസ്സപ്പെടുത്താൻ പാടില്ല, ചെല്ലുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. തിയേറ്ററുകളിൽ പോലെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് എണീറ്റ് നിൽക്കേണ്ടതില്ല. എന്നാൽ തിയേറ്ററുകളിലും ഇത് പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ജനഗണമന പോലെ തന്നെ പവിത്രമായി വന്ദേ മാതരവും ഇനി മുതൽ പരിഗണിക്കണം, നിയമപരിരക്ഷ ഉറപ്പാക്കുന്നു എന്നാണ് ഉത്തരവ്.